പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ എക്കണോമിക്സിൻ്റെ മൊഡ്യൂൾ 3 ആണ്. അതിൽ ലാബർ മാർക്കറ്റിന് നമ്മളൊരു മറ്റൊരു പേര് ജോബ് മാർക്കറ്റാണ്. ഇറ്റ് ഈസ് എ റെഫേഴ്സ് ടു സപ്ലൈ ഓഫ് ആൻഡ് ഡിമാൻഡ് ഫോർ ലാബർ. ഇതെന്ന് പറയുന്നത് മാർക്കറ്റിലേക്കുള്ള ലാബറിൻ്റെ സപ്ലൈയും അതിൻ്റെ ഡിമാൻഡുമാണ്. സപ്ലൈ ഓഫ് ആൻഡ് ഡിമാൻഡ് ഫോർ ലാബർ ഇൻ വിച്ച് എംപ്ലോയീസ് പ്രൊവൈഡ് ദ സപ്ലൈ ആൻഡ് എംപ്ലോയീസ് പ്രൊവൈഡ് ദ ഡിമാൻഡ്. എംപ്ലോയീസ് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ ആൻഡ് എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിമാൻഡ്. ഇറ്റ് ഈസ് എ മേജർ കോമ്പണൻറ്റ് ഓഫ് എനി എക്കോണമി ഈസ് ഇൻട്രിക്കേറ്റ്ലി ലിങ്ക്ഡ് ടു മാർക്കറ്റ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊരു വളരെ കൃത്യമായിട്ട് എല്ലാ മാർക്കറ്റുകളും എല്ലാ എക്കോണമികളും വളരെ കൃത്യമായിട്ട് ഒരു ഇൻ്റർലിങ്കുള്ള ഒരു സിസ്റ്റമാണ് ടു മാർക്കറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് സർവീസ്. ഇതിലൊക്കെ ഈ ലാബർ എന്ന് പറയുന്നത് ഒരു എക്കോണമിയുടെ ഗ്രോത്തിനെ വരെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അർബൻ ലാബർ മാർക്കറ്റ് എവറി എക്കോണമി സിറ്റീസ് ആർ ദ സെൻറ്റർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാ എക്കോണമിയിലും സിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റീൻ്റെയും എക്കണോമിക് ഓപ്പർച്യൂണിറ്റീൻ്റെയും സെൻറ്ററാണ്. ലാർജ് മെട്രോപൊളിറ്റൻ areas allow firms and workers to specialize in activities in which they hold a comparative advantage. ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്തെയും ഫേമിനെയും വർക്കേഴ്സിനെയും സ്പെഷ്യലൈസ് ചെയ്യാൻ, അവരുടെ ആക്ടിവിറ്റീസിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരിടമാണ്. അതുകൊണ്ട് തന്നെ അതൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. ബൈ ബീയിങ് ക്ലോസ് ടു സപ്ലൈസ് ആൻഡ് കസ്റ്റമേഴ്സ്, ഫേംസ് ക്യാൻ ബിൽഡ് എഫിഷ്യൻറ്റ് സപ്ലൈ നെറ്റ്വർക്ക്. ക്ലോസ് ടു സപ്ലയേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഫാമിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ബിൽഡ് എഫിഷ്യൻറ്റ് സപ്ലൈ നെറ്റ്വർക്ക് ദാറ്റ് ലോവർ കോസ്റ്റ് ആൻഡ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. അത് ലോവർ കോസ്റ്റിലായിരിക്കും. അതേപോലെ തന്നെ എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ സപ്ലയേഴ്സും കസ്റ്റമേഴ്സും ഒക്കെ ഒരു ക്ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സപ്ലൈ നെറ്റ്വർക്ക് എഫിഷ്യൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോവർ കോസ്റ്റിൽ ഈ നെറ്റ്വർക്കിലൂടെ ലോവർ കോസ്റ്റിലെ ആളുകളെ കിട്ടാനും അതേപോലെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും സാധിക്കും. ഫോർ മോസ്റ്റ് അർബൻ റെസിഡൻസ് എക്കണോമിക് സക്സസ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ജോബ്സ് ആൻഡ് ഇൻകം ജനറേറ്റഡ് ബൈ ലാബർ മാർക്കറ്റ്. അർബൻ റെസിഡൻസിൽ എക്കണോമിക് സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടുത്തെ ജോബും അതേപോലെ തന്നെ ഇൻകവും, അത് ലാബർ മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും ജോബുമാണ്. ലാബർ മാർക്കറ്റ് റിവാർഡ് ദോസ് പീപ്പിൾ വിത്ത് അപ്രോപ്രിയേറ്റ് സ്കിൽ, എനർജി ആൻഡ് ഐഡിയാസ്. ലാബർ മാർക്കറ്റിലെ റിവാർഡ് എന്ന് പറയുന്നത് ആളുകൾക്കുള്ള റിവാർഡ് അവരുടെ സ്കില്ല്, അതിൻ്റെ എനർജി, അതിൻ്റെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ത്യ ലാബർ മാർക്കറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ predominance in informal employment with more than 90% of India's informal workforce. എന്നാൽ ഇന്ത്യൻ ലാബർ മാർക്കറ്റ് പറഞ്ഞാൽ ഇൻഫോർമൽ എംപ്ലോയ്മെൻ്റ് ആണ്, ഫോർമൽ അല്ല, ഇൻഫോർമൽ ആണ്. 90% ഓഫ് ഇന്ത്യാസ് ഇൻഫോർമൽ വർക്ക് ഫോഴ്സ് ആണ്. മോർ ദാൻ 90% ഓഫ് ഇന്ത്യാസ് ഇൻഫോർമൽ. വർക്കിംഗ് ആസ് എ സെൽഫ് എംപ്ലോയിഡ് ആൻഡ് കാഷ്വൽ വർക്കേഴ്സ്. വർക്കിംഗ് ആസ് സെൽഫ് എംപ്ലോയിഡ് ഉണ്ടാവും, കാഷ്വൽ വർക്ക്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് much of the increase in the labor force was absorbed by the unorganized sector. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ലാബർ ഫോഴ്സ് അബ്സോർബ് ചെയ്യുക അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. The fact that there has been casualization of the labor market in the economy world has been not a result of trade liberalization in also factor for increase in informal employment. Informal employment increase ചെയ്യുന്നതിൽ ട്രേഡ് ലിബറലൈസേഷൻ വലിയൊരു പങ്കുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് വുമൺ ഹാവ് ഹൈ ലെവൽ കാഷ്വൽ എംപ്ലോയ്മെൻറ്റ് ദാൻ മെൻ. മെന്നിനെ കാട്ടിലും കാഷ്വൽ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് വുമൺ ആണ്. ഇറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ബോത്ത് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ. നേച്ചർ ഓഫ് ഫീച്ചേഴ്സ് ഓഫ് അർബൻ ലേബർ മാർക്കറ്റ് ഇന്ത്യയുടെ അർബൻ ലേബർ മാർക്കറ്റിൻ്റെ നേച്ചർ ഓഫ് ഫീച്ചേഴ്സ്. ഒന്ന്, ലാക്ക് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ലേബർ മാർക്കറ്റിൽ, ഇന്ത്യയിലെ അർബൻ ലേബർ മാർക്കറ്റിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഹയർ ദാൻ ലേബറിൻ്റെ സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമാണ്. ദസ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വെരി ഹൈ ഇൻ ദ കൺട്രിയിൽ എന്താണ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. ലേബർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ഡ്യുവലിസം. ഇന്ത്യ ലേബർ മാർക്കറ്റ് ആർ സ്ട്രോങ്ലി ഡിഫറൻഷ്യേറ്റഡ് അക്കോർഡിംഗ് ടു ജെൻഡർ, റേസ്, എത്നിസിറ്റി ആൻഡ് ക്ലാസ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ലേബർ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യുവലിസം ഇൻ ലേബർ മാർക്കറ്റ് സ്പ്ലിറ്റ് ആഗ്രിഗേറ്റ് ലേബർ മാർക്കറ്റ് ബിറ്റ്വീൻ പ്രൈമറി സെക്ടറും സെക്കൻഡറി. അതുപോലെ തന്നെ ഡ്യുവലിസം ഉണ്ട്, പ്രൈമറി സെക്ടറായിട്ടും സെക്കൻഡറി സെക്ടറായിട്ടും ഇന്ത്യയുടെ ആഗ്രിഗേറ്റ് ലേബർ മാർക്കറ്റ് ഡിവൈഡ് ചെയ്തതാണ്. ഡോമിനേഷൻ ഓഫ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇന്ത്യയിലെ അൺഓർഗനൈസ്ഡ് സെക്ടറാണ് ഡോമിനേറ്റ് ചെയ്യുന്ന. 90% ഓഫ് ലേബേഴ്സ് എൻഗേജ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അർബനൈസേഷൻ വിതൗട്ട് ലേബർ അബ്സോർപ്ഷൻ. In India, rate of creation of job opportunities are lower than the rate of growth of population. Population കൂടുന്നതിനെക്കാട്ടിലും
കുറവാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതേപോലെ അർബനൈസേഷൻ കൂടുന്നതിനെക്കാട്ടിലും കുറവാണ് ജോബ്. സം ടൈംസ് ദിസ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഈസ് ടേംഡ് ജോബ്ലെസ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രോത്തിന് നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയും. ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, അർബനൈസേഷൻ കൂടുന്നുണ്ട്, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേഷന് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയും. ലോ റേറ്റ് ഓഫ് ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ. ഇന്ത്യയിലെ ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് എക്കോണമി. ഡെവലപ്ഡ് കൺട്രീസ് റെഫേഴ്സ് ടു സോവറിൻ സ്റ്റേറ്റ് whose economy was highly progressed and possess great technological infrastructure as compared to other nations. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് എന്താണ്? സോവറിൻ സ്റ്റേറ്റ് ആയിരിക്കും, ഹൈലി പ്രോഗ്രസ് ആയിട്ടുള്ള ഗ്രേറ്റ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുള്ള മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച്. ഡെവലപ്ഡ് കൺട്രീസ് ആർ ദ കൺട്രീസ് വിച്ച് ആർ ഡെവലപ്ഡ് ഇൻ ടേംസ് ഓഫ് എക്കോണമി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരു ഡെവലപ്ഡ് കൺട്രീസ് എന്ന വ്യവസായവൽക്കരണത്തിലും എക്കോണമി ടേമിലും ഡെവലപ്ഡ് ആയിരിക്കും. ഡെവലപ്ഡ് കൺട്രീസ് ആൾസോ നോൺ ആസ് അഡ്വാൻസ്ഡ് കൺട്രീസ്. ഇതിന് നമ്മൾ അഡ്വാൻസ്ഡ് കൺട്രീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് എന്ന് പറയും. ദേ ആർ സെൽഫ് സഫിഷ്യൻറ്റ് നാഷൻ. അവരെന്തായാലും സ്വയം പര്യാപ്തമായിട്ടുള്ള നാഷൻ ആയിരിക്കും. ദ കൺട്രീസ് വിത്ത് ലോ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആർ ടേംഡ് ആസ് ഡെവലപ്പിംഗ് കൺട്രീസ്. വ്യവസായവൽക്കരണം ലോ ആയിരിക്കും, ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള കൺട്രീസിനെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയും. ഇനി അതർ വിത്ത് ദ കൺട്രി വിച്ച് ആർ ഗോയിങ് ത്രൂ ദ ഇനീഷ്യൽ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അലോങ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം ആർ നോൺ ആസ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഒരു ഇനീഷ്യൽ ലെവലിലായിരിക്കും ഈ ഡെവലപ്പിംഗ് കൺട്രീസ്, പക്ഷേ അവിടുത്തെ ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഡെവലപ്പിംഗ് കൺട്രീസ്. അവർ ഡെവലപ്പിലേക്ക് പോയിക്കൊണ്ട് ദിസ് കൺട്രീസ് കം അണ്ടർ കാറ്റഗറി തേർഡ് വേൾഡ് കൺട്രീസ്. നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയും. ഫീച്ചേഴ്സ് ഓഫ് അർബൻ ലേബർ മാർക്കറ്റിംഗ് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് നാഷൻ. ഒന്ന്, ഇൻഫോർമൽ സെക്ടർ. ഈ ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും അർബൻ ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻഫോർമൽ സെക്ടർ ആയിരിക്കും. അവിടെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഇൻഫോർമൽ സെക്ടർ ആയിരിക്കും. as consisting of units engaged in the production of goods and services with the primary objective generating employment and income to the person concerned. പേഴ്സണിന് ഇൻകവും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രൈമറി ഒബ്ജക്റ്റീവോട് കൂടിയായിരിക്കും അടുത്ത സെക്ടർ ഉണ്ടായിരിക്കും. അതൊരു ഇൻഫോർമൽ സെക്ടർ ആയിരിക്കും. ഇൻഫോർമൽ വർക്കർ employment. Unorganized worker consists of those working in the unorganized sector or household excluding regular workers with social security benefit provided by the employers and the workers in the formal sector without any employment social security benefit provided by the employees. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് സെക്ടർ ഉണ്ട്, ഓർഗനൈസ്ഡ് സെക്ടറിൽ എല്ലാ ബെനിഫിറ്റും കിട്ടിയിട്ട് ജോലി ചെയ്യുന്നവരാണ് ഓർഗനൈസ്ഡ് സെക്ടർ, ഫോർമൽ സെക്ടർ ആയിരിക്കും. എന്നാൽ ഇൻഫോർമൽ സെക്ടർ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അവിടെ റെഗുലർ വർക്കേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യും, വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള അവരെ ഒഴിവാക്കിയിട്ടുള്ള സെക്ടറാണ്. ബെനിഫിറ്റുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അവർക്കൊരു റെഗുലർ വർക്ക് ഉണ്ടായിരിക്കില്ല. എന്നാൽ ഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് റെഗുലറായിട്ട് ഒരേ ജോബ് ഉള്ള സെക്ടറാണ്. വർക്ക് ഇൻ ദ ഇൻഫോർമൽ എക്കോണമി ഈസ് ഓഫൺ ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ ഓർ അൺഡിഫൈൻഡ് വർക്ക് പ്ലേസസ്, unsafe and unhealthy working condition, low level of skill, productivity, low irregular income, long working hours, lack of access to information, market, finance, trading, technology. എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ എക്കോണമി എന്ന് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഒരു സ്മോൾ ആയിട്ടുള്ള അൺഡിഫൈൻഡ് വർക്ക് പ്ലേസ് ആയിരിക്കും. സേഫ് ആയിരിക്കില്ല, ഹെൽത്തി ആയിരിക്കില്ല, വർക്കിംഗ് കണ്ടീഷനൊന്നും ഹെൽത്തി, സ്കില്ല് വളരെ കുറവായിരിക്കും, പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, ഇൻകം കുറവായിരിക്കും, ഇറഗുലർ ഇൻകം ആയിരിക്കും, റെഗുലറായിട്ട് ഇൻകം ഉണ്ടായിരിക്കില്ല, വർക്കിംഗ് അവേഴ്സ് കൂടുതലായിരിക്കും, ലാക്ക് ഓഫ് ആക്സസ് ടു ഇൻഫർമേഷൻ, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും. വർക്കേഴ്സ് ഇൻ ദ ഇൻഫോർമൽ എക്കോണമി ആർ നോട്ട് റെക്കഗ്നൈസ്ഡ്, രജിസ്റ്റേർഡ് ഓർ പ്രൊട്ടക്റ്റഡ് അണ്ടർ ലേബർ ലെജിസ്ലേഷൻ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ.